മിൻമിനിയമ്മ പാടാൻ വരല, പാടത്തൊക്കെ വരല, ഉടമ്പ് ശരിയില്ല, ഇതെല്ലാം നമുക്ക് സുഖം ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡായി. അപ്പൊ പാട്ട് പ്രശസ്തിയിലെത്തി എന്ന് പറയുന്നതിലും കൂടുതൽ ഇതാണ് പ്രശസ്തിയിൽ, അതായത് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായത്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ ദാദാ നിൻ സംഗീത മധു പകരൂ. മോൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് കയറി കാണും മമ്മീനെ, നീ കുറച്ചു നേരം സംസാരിച്ചിട്ട് വാ, മമ്മി അത്രയും വീക്കാണ്, ഞങ്ങൾക്ക് പോലും അത്രയും ഹോപ്പില്ല എന്നുള്ള രീതിയിൽ അവനോട് പറഞ്ഞു. എൻ്റെ ശബ്ദം പോയ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ 60 നേരം കരച്ചിലാണ്, ഫുൾ ടൈം ഞാൻ കരച്ചിലായിരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി. കാരണം നമ്മൾ മനുഷ്യരാണ്, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ധൈര്യപ്പെടും വയ്ക്കും. ആരും ഒറ്റപ്പെടുത്താതിരിക്കുക. സത്യത്തിൽ ലാലേട്ടൻ അറിഞ്ഞിട്ടല്ലേ എങ്കിലും എനിക്ക് ലാലേട്ടനോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഇതിന്റെ ഈ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ട് അതിനൊരു വലിയ ഹെഡിങ് ഒക്കെ കൊടുത്ത് മിൻമിനി കടന്നുപോയ സാഹചര്യം, കനൽ വഴികൾ. എന്നെ വളർത്തിയതും ഉയർത്തിയതും ഒക്കെ പ്രേക്ഷകരാണ്. മീഡിയാസൊക്കെ വരുന്നതിന് മുൻപേ. അതെ. തുളസി കൃഷ്ണ തുളസി നിന്റെ നീലാഞ്ജന വർണ്ണത്തിൽ നീലാംബരം കണ്ടു. കാരണം അതെങ്ങനെയാണ് ആ കാലത്തിനെ അതിജീവിച്ചു പോയത്? അത് വെരി ഡിഫിക്കൽട്ട്. അതിജീവിക്കുക. ശബ്ദം എങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം നഷ്ടമായതാണോ, അല്ലെങ്കിൽ അറിയുന്നുണ്ടായിരുന്നോ? എനിക്കിപ്പോഴും അറിയില്ല ഇതെന്താണ് സംഭവം. അതാണ് സത്യം. ഇന്നതായിരുന്നു എന്റെ ശബ്ദം പോകാൻ കാരണം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. എന്തോ ലണ്ടനിലോ മറ്റൊരു അത് ഷോയ്ക്ക് പോയപ്പോ ഇങ്ങനെ എനിക്ക് ശബ്ദം അടഞ്ഞു, ഞാൻ വല്ലാണ്ടായി. അതൊക്കെ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശബ്ദം പോയത് എന്താണ്, ഇതാണ് എൻ്റെ കാരണം എന്ന് പറയാൻ എനിക്കറിയില്ല. പതുക്കെ അങ്ങനെ അങ്ങനെ ചില ദിവസം ഉണ്ടാവും, ചില ദിവസം പാടാൻ പറ്റും, ചില ദിവസം പാടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു റെക്കോർഡിങ് കണ്ടു വളർന്ന ആളാണ് ഞാൻ. ഇപ്പൊ സ്റ്റുഡിയോയിൽ ചെന്നാൽ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം, എന്താണ് ആർട്ടിസ്റ്റിന്റെ ഡ്യൂട്ടി എന്നുള്ളത് ശരിക്കും അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഒരു റെക്കോർഡിങ്ങിന് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ അവസ്ഥ മോശമാണ്, ശബ്ദം എനിക്ക് പാടാൻ പറ്റില്ല ഇന്ന് എങ്കിൽ ഞാനത് തുറന്നു പറയും, എനിക്ക് ഇന്ന് വന്നാൽ ശരിയാവില്ല. കാരണം അവിടെ എന്തെല്ലാം ഈ പ്രശ്നം കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വേറെ വരും എന്നുള്ളത് എനിക്കറിയാം. എത്ര ആർട്ടിസ്റ്റുകൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ആ ആർട്ടിസ്റ്റുകൾക്ക് ഈ റെക്കോർഡിങ് കഴിഞ്ഞ് വേറെ റെക്കോർഡിങ് ഉണ്ടാവും. അപ്പം ഞാൻ ചെന്ന് നിന്ന് മണിക്കൂറുകളെടുത്ത് പാടി അവരുടെ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് വെറുതെ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ പല റെക്കോർഡിങ്സും ഒഴിവാക്കിയിരുന്നത്. കാരണം എൻ്റെ ലൈഫ് മൊത്തം സ്റ്റുഡിയോയിലായിരുന്നു. ഒരു കളിച്ച് നടക്കേണ്ട പ്രായം മുതൽ ഞാൻ സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. വേറെ ഒന്നും എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരണത് ഉറങ്ങാൻ വേണ്ടി മാത്രം. ചിലപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങാം, ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും ഉറങ്ങാൻ കിട്ടണത്. സിനിമയിൽ സജീവമായതിനു ശേഷമാണോ ചെന്നൈയിൽ താമസിക്കാൻ തുടങ്ങിയത്? ചെന്നൈയിൽ താമസം തുടങ്ങിയത് ഞാൻ ചെന്ന അന്ന് തുടങ്ങി സജീവമായി എന്ന് പറയാം. അങ്ങനെ ഒരു അനുഭവമായിരുന്നു എൻ്റെ. കാരണം നേരെ പാട്ടിലേക്കാണ് ചെന്ന് വോയിസ് ടെസ്റ്റ് കഴിഞ്ഞ അന്ന് തന്നെ രാജാ സാറിൻ്റെ പാട്ട് കിട്ടി.
അന്ന് രാത്രി തന്നെ രാജാമണി സാറിൻ്റെ വർക്ക് പാടി, പിറ്റേ ദിവസം രാജാ സാറിൻ്റെ പാട്ട് പാടി, ഉച്ച കഴിഞ്ഞ് കീരവാണി സാറിൻ്റെ പാടി, പിറ്റേ ദിവസം രാജാ സാറിൻ്റെ, അങ്ങനെ ഇങ്ങനെ 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 നോൺ സ്റ്റോപ്പായിട്ട് പാട്ട്. ഒരു ദിവസം പോലും ഒഴിവെടുക്കേണ്ടി വരാതെ ഉള്ള റെക്കോർഡിങ്സ് ആയിരുന്നു. ഈ ശബ്ദം കുറഞ്ഞത് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയല്ലോ, അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ ഒത്തിരി. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര വണ്ണം കുറവായിരുന്നു ഞാൻ. അതെ, അന്ന് ഓർമ്മയുണ്ട്. വളരെ സ്ലിം ആയിട്ടിരുന്ന ആളാണ്. പക്ഷെ ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത് ശരിയാവാൻ തുടങ്ങി. ശബ്ദം ശരിയായതിലും നന്നായത് ശരീരം. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു. അതിനിടയ്ക്കാണ് കല്യാണം നടന്നത്. ശബ്ദം ഇല്ലാണ്ടിരിക്കുമ്പോഴായിരുന്നു അത് ശരി. മാരേജ്. അറേഞ്ച്ഡ് ആയിരുന്നു അല്ലെങ്കിൽ അറേഞ്ച്ഡ് ലവ് മാരേജ് ആണ്. അറേഞ്ച് ചെയ്തത് എന്ന് വെച്ചാല് ചെറുപ്പം മുതലേ അറിയണ ഫാമിലിയാണ്. ഞങ്ങളുടെ വീട്ടില് ആങ്ങളമാരില്ല. അപ്പൊ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ ചേട്ടന്മാരാണ്. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു എൻ്റെ വീടും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും. ഞങ്ങൾ തൃശ്ശൂർ സൈഡിലൊക്കെ പ്രോഗ്രാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ചേട്ടൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങൾ റെസ്റ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഫാമിലി ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിക്കും അങ്ങനത്തെ ഒരു ചിന്തയുള്ളൊരു, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻ്റ് അല്ലായിരുന്നു ഞങ്ങളുടെ. പിന്നെ എൻ്റെ അപ്പച്ചൻ, ഞാൻ ചെന്നൈയിൽ വന്നതിന് ശേഷം ആദ്യത്തെ ദീപാവലി ആ സമയത്ത് അപ്പച്ചന് ഫസ്റ്റ് അറ്റാക്ക് വരികയാണ്. അങ്ങനെ ഇവിടുത്തെ ചേട്ടൻ്റെ അപ്പച്ചൻ ഫ്രണ്ടാണല്ലോ, അപ്പോൾ അവർ കാണാൻ വന്നു. അങ്ങനെ ആ ICUയിൽ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം ഞങ്ങളറിയാതെ തീരുമാനിച്ചത്. അച്ഛന്മാരല്ലേ. അങ്ങനെ വാക്ക് പറഞ്ഞ ഒരു കല്യാണമാണ് ഞങ്ങളുടെ. പക്ഷെ പിന്നെ കൂടെ ഉണ്ടായിരുന്നു ശബ്ദം പിന്നെ തിരികെ നേടിയെടുക്കായിരുന്നു എന്നല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എവിടെയൊക്കെ എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി. എന്താ പറയുക, ശബ്ദം വരണം, ഇനിയും പാടണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് ചേട്ടന്. കറുത്തമ്മേലെ ആ പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ ഒരു 4 വരി. അതൊന്നും മറക്കാൻ പറ്റില്ല. പച്ചക്കിളി പാടും ഊര് പഞ്ചുമെത്ത പുല്ലപ്പാറ് മഞ്ചളാറ് പായും அந்த ஊரு குட்டி போட்ட ஆட்டு கூட்டம் கொண்டையாட்டும் கோழிக்கூட்டம் சொந்தமுள்ள சாதிசனம் பாரு பசுமாட்டுக்கு ஒரு பாட்டு வெள்ளாட்டுக்கு അത് വിളയാട്ട്. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ടാണ് അത്. എൻ്റെ കൂടെ ഹിറ്റായിരുന്നു. എൻ്റെ കൂടെ പാടിയ ഈ പാട്ട് ഷാഹുൽ ഹമീദ്, അദ്ദേഹമാണ് അത് കൂടെ പാടിയിരിക്കണേ. അദ്ദേഹം മരിച്ചുപോയി ഒരു ആക്സിഡൻറ്റിൽ, കുറച്ച് വർഷങ്ങളായി. അത് പാടിയ ശേഷം പിന്നെ പാട്ടുകൾ പിന്നെ പാടാൻ തുടങ്ങിയോ? എനിക്ക് പാടാം. ഇല്ല ചിലര് വിളിക്കാം, വേണ്ടാന്ന് തന്നെ പറഞ്ഞോണ്ട് ഞാനാണ് നോ പറയണത്. അതെന്നെ ആരും വിളിക്കാതിരുന്നിട്ടില്ല. ഞാൻ തന്നെ പോവാതായതാണ് റെക്കോർഡിങ്ങിന്. എനിക്ക് എന്നും റെക്കോർഡിങ്സ് വന്നുകൊണ്ടിരുന്നു. പിന്നെ എന്നെ സ്റ്റുഡിയോയിൽ കാണാണ്ടാവുമ്പോ നാച്ചുറലി ആരും വിളിക്കാണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അത് സ്പ്രെഡ് ആകും ആ ന്യൂസ്. അപ്പൊ മിൻമിനിയമ്മ പാടാൻ വരല, പാടത്തൊക്കെ വരല, ഉടമ്പ് ശരിയില്ല, ഇതെല്ലാം നമുക്ക് സുഖം ഉണ്ടെങ്കിലും പിന്നെ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രെഡായി. അപ്പൊ പാട്ട് പ്രശസ്തിയിലെത്തി എന്ന് പറയുന്നതിലും കൂടുതൽ ഇതാണ് പ്രശസ്തിയിൽ, അതായത് പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായത് എന്ന് പറയാം. ഞാനിപ്പം ഇങ്ങനെ മിൻമിനിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത ഒരു പാട്ട് പലരും പറഞ്ഞത് ആ തുളസി, കൃഷ്ണ തുളസി എന്നുള്ള ഒരു ലളിതഗാനായിരുന്നു. കാരണം ആളുകളുടെ ഓർമ്മയിൽ ഇപ്പോഴും ആ പാട്ടുണ്ട്. ആ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരുപാട് മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട് മിൻമിനി. പിന്നെ എന്തായാലും ഒരു 4 വരി മാപ്പിളപ്പാട്ട് അത്രയും അപ്പം ആളുകൾക്ക് ഓർമ്മയിലുണ്ട് ഈ ശബ്ദം എന്നുള്ളതാണ്.
തുളസി ഒന്ന് തുളസി പാടിയ ശരിയാവോന്ന് എനിക്കറിയില്ല, ശ്രമിക്കാം. അത് അസാധ്യ പാട്ട് തന്നെയാണ്. ആണ്. തുളസി കൃഷ്ണ തുളസി നിന്റെ നീലാഞ്ജന വർണ്ണത്തിൽ നീലാംബരം കണ്ടു, നീലക്കടൽ കണ്ടു, പീലിമുടി ചൂടും കണ്ണനെ കണ്ടു. എനിക്ക് വയ്യാതെ ആകുന്ന സമയത്തിന് മുൻപ് മുതൽ ബാലമാഷ് ആഗ്രഹിച്ചിരുന്നു ഈ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എവിടെയെങ്കിലും ഒരു ഫോറിൻ ടൂർ ഉണ്ടായിരുന്നു അന്ന്. അതെ. അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ മാഷ് എൻ്റെ ഡേറ്റിന് വേണ്ടി പാവം ഞാൻ തന്നെ പാടണം എന്നൊരു ഭയങ്കര, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ് കലവൂർ ബാലൻ സാർ. ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ആ പാട്ട് പാടിയിട്ടുള്ളത്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി കുറെ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ അവിടെയുള്ള ആളുകൾ പാടണം എന്ന് പറയുന്ന പാട്ട് ഏതാ? മിൻമിനി പാടി ചിന്ന ചിന്ന ആസയാണ്. ആണ്. പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകൾ ഏതെങ്കിലും സ്റ്റേജിൽ പാടിയാൽ അവര് വൺ മോർ പാടണം എന്ന് പറയാറുണ്ട്. നമ്മള് സ്റ്റേജിൽ പാടുമ്പം സ്വന്തം പാട്ട് മാത്രല്ലല്ലോ, അപ്പം അല്ലാതെയുള്ള സിംഗേഴ്സിന്റെയും പാടുമല്ലോ. അങ്ങനെ പാടുന്നതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ പാടിയിട്ടുള്ള പാട്ട് ഏതാ? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത് ജാനകിയമ്മയുടെ തന്നെയാണോ? ഒരു സനം. അതെ അതെ. പിന്നെ താമര കുമ്പിളല്ലോ, സൂര്യകാന്തി ഒക്കെ അങ്ങനെ ആവശ്യപ്പെടാറുണ്ട്. അത് പണ്ട് തുടങ്ങി മർക്കോസേട്ടൻ്റെ കൂടെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ തുടങ്ങി അങ്ങനെ ഒരു അനുഭവമുണ്ട്. താമരക്കുമ്പിളല്ലോ ഒക്കെ 2 പ്രാവശ്യം പാടിച്ച സ്റ്റേജുകളുണ്ട്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ ദാദാ നിൻ സംഗീത മധുപകരൂ, ഇങ്ങിനെ എടുക്കും ഞാൻ, ഇങ്ങിനെ ഒഴുക്കും ഞാൻ, ഇങ്ങിനെ എടുക്കും ഞാൻ, ഇങ്ങിനെ ഒഴുക്കും ഞാൻ, എങ്ങിനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ, ദേവാ, ദേവാ. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഇപ്പോഴും ആ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലേ പാടുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ, ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ട്. കാരണം അന്നൊക്കെ ശബ്ദം ട്രീറ്റ് ചെയ്തു ശരിയായി എന്ന് വിചാരിച്ചിട്ടും മിൻമിനി ഇപ്പോഴും സജീവമല്ല, ഇപ്പോഴും പാടുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് പാടുന്നില്ല എന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. മിൻമിനി കടന്നു പോയുള്ള ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഈ ശബ്ദത്തിന്റെ മാത്രമാണെന്നാണ് ആളുകളുടെ ധാരണ. അല്ല, ശബ്ദത്തിന്റെ മാത്രം ആയിരുന്നു. പക്ഷെ ശേഷം ശേഷം നമ്മള് എന്താ പറയാ, ഞാൻ ഒരു സുഖമുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയിരുന്നു. അപ്പോ നമ്മള് 1-2 പ്രാവശ്യം മ്യൂസിക് ഡയറക്ടേഴ്സിന് ഞാൻ കുഴപ്പമില്ല, ഞാൻ പാടാൻ റെഡിയാണ് എന്നുള്ളത് ഞാനങ്ങനെ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അറിയാവുന്നവരോട് പറഞ്ഞു എങ്കിലും ആരും നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല. വിളിച്ചത് ദീപക് ദേവാണ്. അത് ഞാൻ പറഞ്ഞിട്ട് വിളിച്ചതേ അല്ല. ആദ്യം വിളിച്ചത് മെജോ ആണ്. മെജോയുടെ എൻട്രി എന്ന് പറഞ്ഞൊരു പടം, അതിൽ ഞാൻ പാടി. പിന്നെ കാസറ്റ്സ് ഒക്കെ CDs ഒക്കെ പാടുന്നുണ്ടായിരുന്നു, റെക്കോർഡിങ്സ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ദീപക്കിൻ്റെ എന്താണ് ചിറകൊടിഞ്ഞ കിനാവുകൾ, നിലാക്കുടമേ എന്നുള്ള പാട്ട് പാടിയത്.
പിന്നെ അതിന് ശേഷം ഗോപി സുന്ദർ വിളിച്ചു. അപ്പോൾ മിലി എന്ന പടത്തിലെ കൺമണിയെ എന്നുള്ള പാട്ട് പാടി. പിന്നെ അതിനുശേഷം ബിജി പാല് വിളിച്ചു. അത് ലവ് 24x7, അതിൽ വെയിലാറും ഓർമ്മതൻ എന്നുള്ള പാട്ട്, അങ്ങനെയൊക്കെ പാടി. അപ്പം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ വോയിസിന് വേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ എടുത്തു. എങ്കിലും ഈ കുറേയൊക്കെ എനിക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലാണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആർത്രൈറ്റിസ്, സിവിയർ ആർത്രൈറ്റിസ് വന്നു. ദേഹം മുഴുവനും നീരും, ജോയിൻസ് എല്ലാം വേദനയും, വിരലുകളുടെ തുമ്പ് വരെ വേദന, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലൂടെ അങ്ങനെ. പക്ഷെ എന്നാലും എൻ്റെ പാട്ടിനെ അങ്ങനെ അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ പാടും, ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ എപ്പോഴും പാട്ട് തന്നെയാണ്. എന്നാലും എന്താ പറയുക, പുറത്തേക്ക് ഒരു പ്രോഗ്രാംസിനോ അങ്ങനെയൊന്നും ഞാൻ സജീവമായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കൂടെ ഈ ആർത്രൈറ്റിസിൻ്റെ ഭയങ്കര വലിയ ഇഷ്യൂ വന്നു. സ്റ്റിഫ്നെസ് വന്നു, ശരീരം സ്റ്റിഫായ ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് ഭയങ്കര ഒരു വലിയൊരു എന്താ പറയുക സഹനം തന്നെയായിരുന്നു അത്. അപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്ന് പറയണത് എല്ലാവരെയും സംബന്ധിച്ചൊരു വിഷമമുള്ള കാര്യമല്ലേ. അപ്പം അതെല്ലാം എന്താ പറയുക, എൻ്റെ കൂടെ ചേട്ടനുള്ളത് കൊണ്ട് എൻ്റെ ചേച്ചിമാർ, എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് മിണ്ടിയ ഓടി വരും. എന്നെ അത്രയും സ്നേഹിക്കുന്നവരാണ്. അപ്പം അവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ സിവിയർ ആർത്രൈറ്റിസ് കഴിഞ്ഞ് ഞാനൊന്ന് നടക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ മറ്റൊരു അസ്വസ്ഥത വന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിക്കുന്ന ആ സാധനം എന്നിലും പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ സർജറി ചെയ്തു. ആദ്യത്തെ സർജറി ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. മോൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, നീ ഒന്ന് കയറി കാണും മമ്മീനെ, നീ കുറച്ചു നേരം സംസാരിച്ചിട്ട് വാ, മമ്മി അത്രയും വീക്കാണ്, ഞങ്ങൾക്ക് പോലും അത്രയും ഹോപ്പില്ല എന്നുള്ള രീതിയിൽ അവനോട് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരം സംസാരിച്ച് കൈയൊക്കെ പിടിച്ച്, മമ്മിക്ക് പേടിയുണ്ടാവും മമ്മി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല. അതെന്താ പേടിയില്ലാത്ത? ഞാൻ പറഞ്ഞു സർവശക്തനായ ദൈവം ആണ് നമുക്ക് വേണ്ടി നമ്മുടെ കൂടെയുള്ളത്, പിന്നെന്തിനാണ് നമ്മൾ പേടിക്കണത്? മോന് പേടിയുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയല്ല, ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മമ്മിയുടെ ഹെൽത്ത് ഭയങ്കര വീക്കാണ് മമ്മി, ബ്ലഡ് ഒട്ടുമില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ചെറിയ പേടിയുണ്ട്, പേടിയില്ല എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല, ഞാനിപ്പം നിന്നോട് സംസാരിച്ചില്ലേ, ഞാൻ തിരിച്ചു വന്ന് ഇതുപോലെ നിന്നോട് സംസാരിക്കും എന്ന് പറഞ്ഞു ഞാൻ മോനോട്. അവൻ തിരിച്ച് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് അനസ്തേഷ്യസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മമ്മി ഒരു അയൺ ലേഡിയാണ്, എൻ്റെ മമ്മി അയൺ ലേഡിയാണ്, മമ്മി തിരിച്ചു വരും, ഞാൻ ഇവിടെ തന്നെ നിൽക്കാവും. പോയില്ല, അവിടെ തന്നെ നിന്നു. 4.5 മണിക്കൂർ കൊണ്ട് സർജറി കഴിഞ്ഞു. എന്നെ പുറത്തിറക്കി, ഞാൻ അവനോട് സംസാരിച്ച്, അതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് മാറിയത്. അപ്പം ഇതൊക്കെ എനിക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. താങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെ. എന്നെ താങ്ങാൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കൂടെയുണ്ട്, എൻ്റെ മക്കൾ ബലപ്പെടുത്താനുണ്ട്, എൻ്റെ ചേച്ചിമാരുണ്ട്, ചേട്ടൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ മക്കൾ എന്ന് തന്നെ പറയാം, ഷിജോ, ജിനു, അവരൊക്കെ എന്നെ വളരെയധികം, ഹണിച്ചേട്ടൻ ഒരു തബലിസ്റ്റ്, ഹണിച്ചേട്ടനും വൈഫും, അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട്
എന്താ പറയാ, ഇങ്ങനെ കൊണ്ട് കൊണ്ട് നടക്കുകയാണ് ഞാൻ. എനിക്ക് എന്തെല്ലാം അസുഖങ്ങൾ വന്നു, ഞാൻ അപ്പോഴൊന്നും കരഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ വന്നല്ലോ, അയ്യോ എനിക്ക് എന്തിനാണ് ഇങ്ങനെ വന്നത്, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് അസ്വസ്ഥതകൾ വരും. അതിൽ കരഞ്ഞിട്ട് എന്താണ് കാര്യം? എൻ്റെ ശബ്ദം പോയ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ. സർവ്വനേരം കരച്ചിലാണ്, ഫുൾ ടൈം ഞാൻ കരച്ചിലായിരിക്കും. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളൊന്നും ഒട്ടും അസാധാരണത്വമുള്ള ആൾക്കാരൊന്നും അല്ല. നമ്മൾ നിസ്സാരരായ മനുഷ്യർ. നമ്മുടെ മനുഷ്യർക്ക് സാധാരണ മിൻമിനി ആയതുകൊണ്ട് അത് വരാൻ പാടില്ല, അങ്ങനെയില്ല. മിൻമിനി എവിടെ നിന്നാണ് ഉണ്ടായത്? ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ച് ഒരപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും മകളായിട്ട് ജനിച്ച് വളർന്ന് സാധാരണ രീതിയിൽ പഠിച്ച് വളർന്നൊരു കൊച്ച്, അവളെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് അവളുടെ കഴിവ് മാത്രമല്ല, പലരുടെ സഹായങ്ങളും ദൈവത്തിൻ്റെ കരുണയും എല്ലാം ഒത്തുചേർന്നിട്ടുണ്ടായ സംഭവങ്ങളാണ്. അപ്പോഴും മിനി അവിടെ നിന്ന് മാറുന്നില്ല. അവിടുന്ന് ജനിച്ചു വന്ന വ്യക്തി മാറുന്നില്ലല്ലോ. അതപ്പോഴും മനുഷ്യനായിട്ട് നിലനിൽക്കുകയല്ലേ. ആ മനുഷ്യന് എന്ത് വേണമെങ്കിലും വരാം, രോഗങ്ങൾ വരാം, പീഡകൾ വരാം, സഹനങ്ങൾ വരാം. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അത് തരണം ചെയ്യാനും നമ്മളെ ബലപ്പെടുത്താൻ ആരെങ്കിലും വേണം എന്നുള്ളതൊരു വലിയ സത്യമാണ്. അതല്ലെങ്കിൽ നമ്മൾക്ക് തനിച്ച് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലരും അങ്ങനെ പോയിട്ടുണ്ടല്ലോ, നമ്മൾ കാണുന്നില്ല, ദിവസം പ്രതി നമ്മൾ കാണുന്നുണ്ട്. ഞാനുണ്ട് നിന്റെ കൂടെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ധൈര്യപ്പെടും. ആരും ഒറ്റപ്പെടുത്താതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി എനിക്ക് തന്ന സപ്പോർട്ടും ബലവും. സിനിമ എന്നുള്ളൊരു മേഖലയിൽ നിന്ന് ആരും തന്നെ അങ്ങനെ ഒന്ന് വിളിച്ച് ചോദിക്കുകയോ എന്ത് സംഭവിച്ചു, ഇയാൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്നാരും അന്വേഷിക്കാറുണ്ടായിരുന്നില്ല. അതൊരു കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ്റെ ഒരു അമൃത ചാനലിൽ ലാൽ സലാം എന്തോ ആണ് ആ പ്രോഗ്രാമിൽ എന്നെയും ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ, അതിപ്പോഴും പലരും ആ ക്ലിപ്പിങ്സ് എനിക്ക് അയച്ചു തരും ലാലേട്ടൻ്റെ ആ പ്രോഗ്രാമിന്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ലാലേട്ടൻ അറിഞ്ഞിട്ടല്ലേ എങ്കിലും എനിക്ക് ലാലേട്ടനോടൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും. കാരണം എനിക്ക് ഒരു എന്താ പറയുക, പ്രേക്ഷകരെ എന്നെ കണ്ടത് ആ പ്രോഗ്രാമിലാണ്. മറന്നുപോയെടുത്ത് ലാലേട്ടൻ്റെ ആ പ്രോഗ്രാമിലാണ് എന്നെ തിരിച്ച ആൾക്കാർ കണ്ടത്. അപ്പം അത് ലാലേട്ടന് ഇത് അറിയണമൊന്നുമില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും നന്ദിയും ഒക്കെ ഉണ്ട് ലാലേട്ടനോട്. അത് ഞാൻ നേരെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അത് ഉണ്ട് എനിക്ക്. അതെൻ്റെ മരണം വരെ ഉണ്ടാവും. ഒരുപാട് പാട്ടുകൾ പാടി ഒരു കാലത്തുനിന്ന് പെട്ടെന്ന് ശബ്ദം പോയി, പിന്നെ അതിനെ തുടർന്ന് കുറേ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റെസ്റ്റിംഗ് പീരീഡാണ്. ഇവിടുന്ന് ഇനി എന്താ പറയാ വരണം മുന്നോട്ട്. കാരണം ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്കറിയാം. ഞാനിപ്പോ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട് ഇത്രയും സമയമല്ലേ ആയിട്ടുള്ളൂ. അപ്പം ശരിക്കുള്ള ഒരു പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് പാട്ട് പാടിപ്പിക്കുമ്പം ഒരു വിഷമമുണ്ട്. പക്ഷെ എനിക്ക് പാടിപ്പിക്കാതിരിക്കാൻ വൃത്തിയുമില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പാടുന്നത് എന്നുള്ള. ചിലപ്പം ഒരു സിംഗർക്ക് അങ്ങനെ പാടുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പ്രേക്ഷകരെ കേൾക്കുമ്പോ പക്ഷെ എന്റെ പാട്ട് ഇനി അവർക്ക് കേൾക്കാൻ, അതാണ് എന്റെ കുറെ പേരിങ്ങനെ പറയാറുണ്ട്. അതായത് വയ്യാത്ത അവസ്ഥയിലൊന്നും പാടി കേൾപ്പിക്കണ്ട ആരെയും.
എന്ന് പറയും. പക്ഷെ ഈ പ്രേക്ഷകരും ഓരോ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരല്ലേ, അതെ, അവരുടെ കുടുംബങ്ങളിൽ സ്ട്രഗിൾസ് ഇല്ലേ. പിന്നെ ഞാനൊരു എന്താ പറയാ അമാനുഷിക ശക്തിയുള്ള ആളോ ഒന്നുമല്ല. ഞാനും ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളതുപോലെ എല്ലാവരുടെയും വീടുകളില് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതെ, നമ്മളതെങ്ങനെ ഫേസ് ചെയ്യുന്നു, നമ്മളതെങ്ങനെ എടുക്കുന്നു, നമ്മളതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിലാണ് കാര്യം. അവർക്ക് മനസ്സിലാവും എന്നുള്ളതിന്റെ തെളിവാണ് ചില ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ കമന്റുകൾ. അതായത് ഇനിയും പാടണം, അത് ശബ്ദത്തിന് സ്ട്രെയിൻ ആയിക്കോട്ടെ, പഴയ രീതിയിൽ പാടാൻ പറ്റുന്നില്ലെങ്കിലും പാടണം എന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രചോദനമാണല്ലോ. എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരാള് നമ്മുടെ നാട്ടിലല്ല, ഹൈദരാബാദിലെ ജാനകിയമ്മ ഇടയ്ക്ക് വിളിക്കും. അപ്പം ജാനകിയമ്മ പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ നീ ഇത് പറയരുത്, ഇങ്ങനെ അസുഖമായിരുന്നു എന്നൊന്നും നീ പറയണ്ട, ആരോടും പറയണ്ട, നിനക്ക് ഇനി അങ്ങനെ ആണെന്നൊക്കെ അറിയണത് എനിക്ക് വിഷമമാണ്, ഒന്നും പറയണ്ട ആരോടും എന്ന് അമ്മ എപ്പോഴും പറയും. ഞാൻ ആ വാക്ക് തെറ്റിച്ചു. പല മീഡിയകളിലും വിഷയങ്ങളെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് തന്നെ ഒരു അനുഭവം പറഞ്ഞതാണ്. അതായത് ഉണ്ടായ ഒരു വിഷമാണ് പറഞ്ഞത് അല്ലേ? എനിക്കത് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എനിക്കൊരു വിഷമം ഉണ്ടായി, ആ വിഷമം ഷെയർ ചെയ്തതാണ്. അതൊരിക്കലും ഞാൻ പറയണമെന്നേ വിചാരിച്ചിരുന്ന ഒരു കാര്യമേ അല്ല. പക്ഷെ അതങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ വേറൊരു ഇൻസിഡന്റും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ. അപ്പൊ ഒരു സ്റ്റുഡിയോയിലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായത് ആ ഒരു ഇൻസിഡന്റ് ആണ്. അത് അദ്ദേഹത്തിനെ തളർത്തണം എന്നോ തകർക്കണം എന്നോ ഒന്നും ചിന്തിച്ച് ഞാൻ പറഞ്ഞു, വിമർശിച്ചതും അല്ല, സ്വന്തം വേദന, എന്റെ ഒരു വേദന ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളു. അതിനെ ഹെഡിങ്സ് മാറുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പലതും നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്നതും അതുകൊണ്ടാണ്. അതൊരു സത്യമാണ്. പല കാര്യങ്ങളും നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ നമ്മളും വേറൊരു വ്യക്തിയായി മാറുകയാണ് മറ്റുള്ളവരുടെ കണ്ണില്. അതെന്തിനാണെന്ന് വിചാരിച്ച് നമ്മള് പറയാതിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ഒരു അസുഖത്തിന്റെ കാര്യം ചോദിക്കാൻ കാരണം എന്താ വെച്ചാല്, ഇന്നും ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞ കാര്യം തന്നെ, പ്രേക്ഷകര് എന്താ മിൻമിനി പാടാത്തത് എന്നുള്ളൊരു ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ വേറൊരു സ്ഥലത്ത് വെച്ചാല് വേറൊരു സ്ഥലത്ത് ഇതിന്റെ ഈ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ട് അതിനൊരു വലിയ ഹെഡിങ് കൊടുത്ത് മിൻമിനി കടന്നുപോയ സാഹചര്യം, കനൽ വഴികൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് മിൻമിനി കടന്നു പോയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനെ അങ്ങനെ എടുക്കുന്ന അങ്ങനെ തന്നെ എടുക്കുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ അത്ഭുതം എന്താ വെച്ചാല്, ഇത്രയും സ്ട്രഗിളിലൂടെ വന്നിട്ടും അതിനെ അതിജീവിച്ച് ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. അതെന്റെ പിന്നിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ജാനകിയമ്മ, ഷിജോ, ജിനു, അവരെൻ്റെ മക്കളെ പോലെയാണ്. ജെൻസി ചേച്ചി, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എന്താ പറയാ, അതിനെനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല, അങ്ങനെ വേണം പറയാൻ. പിന്നെ എൻ്റെ മക്കള് രണ്ടുപേരും ഭയങ്കര ബലമാണ് എനിക്ക്. മമ്മി ഇനിയും പാടണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന മക്കളാണ്. മകള് പറയുകയും ചെയ്തല്ലോ, 5% മമ്മിക്ക് പാടാൻ പറ്റുന്നതെങ്കിൽ ആ 5% മമ്മി പാടണം. അതിനെ ഞങ്ങൾ പ്രേക്ഷകർക്കും പറയാനുള്ളത്. ഇപ്പം ഈ ഒരു പാടിയിട്ടില്ലെങ്കിലും സജീവമായിട്ട് സംഗീത രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലെ? ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തുന്നുണ്ട്. അത് കാക്കനാടാണ്. ജോയ്സ് അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യനാണ്. പിയാനോ, കീബോർഡ്, ഗിറ്റാർ ഒക്കെ പ്ലേ ചെയ്യുന്ന ആളാണ്. ഒരു ജോയ് മാത്യു. ഞാനൊക്കെ പാടിയിരുന്ന ഗാനമേളകൾക്ക് പാടിയിരുന്ന സമയത്തും ചേട്ടനും ഈ ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്, കീബോർഡിസ്റ്റായിട്ട്. ഒരുപാട്
പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമേനോൻ, മർക്കോസേട്ടൻ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി വായിച്ചിട്ടുള്ള ആളാണ്. റെക്കോർഡിങ്സിന് പ്ലേ ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിരുന്നു പണ്ട് തുടങ്ങി. അപ്പം എൻ്റെ ഈ അസ്വസ്ഥത, ശബ്ദത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ ചില ദിവസം സുഖമുണ്ട്, ചില ദിവസം സുഖമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്ന് ചേട്ടൻ ഫീൽഡിൽ നിന്ന് മൊത്തം മാറി എൻ്റെ പുറകെയായിരുന്നു. എൻ്റെ ഈ ശബ്ദം ശരിയാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ പരക്കം പാഞ്ഞ് നടന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ പോയി. മോനുണ്ടായതിന് ശേഷം ആണ് ഞാൻ പതുക്കെ പാടാൻ തുടങ്ങിയത് തന്നെ. അവനിങ്ങനെ കുഞ്ഞ് ആയിരിക്കുമ്പോൾ സാധാരണ കുട്ടികൾ പാട്ട് കേട്ടാൽ ഉറങ്ങൂലേ, ഈ കുട്ടി ഉറങ്ങൂല. എനിക്കറിയാവുന്ന പാട്ട് മൊത്തം പാടിയാലും ഉറങ്ങൂല കൊച്ച്, അത്രയും പാടണം. അങ്ങനെ പാട്ട് കേട്ട് കിടക്കണ ഒരു കുഞ്ഞായിരുന്നു അത്. അപ്പം അവന് വേണ്ടി ഞാനിങ്ങനെ പാടി 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 ആണ് വീണ്ടും ഒരു സ്ട്രെങ്ത്തിൽ എനിക്ക് പാടാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് ഞാൻ വന്നത്. അതിനുശേഷം മോളെ കൺസീവ് ആയപ്പോൾ എൻ്റെ പാരൻസ് രണ്ടുപേരും ചെന്നൈയിലായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും മരിച്ചു. പിന്നെ ഞാനവിടെ ഒറ്റപ്പെട്ട പോലെയായി. റിലേറ്റീവ്സ് എല്ലാം നാട്ടിലാണ്, കുട്ടിയും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് നാട്ടിലേക്ക് പോകാം, നാട്ടിൽ സെറ്റിലാവാം എന്നുള്ളൊരു, അങ്ങനെയാണ് നാട്ടിലേക്ക് വരണേ. പിന്നെ ആണ് ഞങ്ങൾ ചിന്തിച്ചു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ജോയ്സ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയൊരു സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഇതിന്. ശരി. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ആയപ്പോൾ നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണില്ല അത്രയും സ്ഥലം കൊണ്ട്. അങ്ങനെ ഞങ്ങൾ മാവേലിപുരത്ത് കുറച്ചുകൂടി വലിപ്പമുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. പിയാനോ, ഗിറ്റാർ, വയലിൻ, ഡ്രംസ്, ഡാൻസ്, വെസ്റ്റേൺ വോക്കൽ, കർണാട്ടിക് വോക്കൽ, അങ്ങനെ എല്ലാം ഉണ്ട്. എന്നോട് മാപ്പിളപ്പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും. ഒരു 4 വരി. ചേലഞ്ചും ചഞ്ചലമിഴിയാൾ കൊഞ്ചും മൈലാഞ്ചി ചെന്താമര നെഞ്ചിൽ പൂന്തേനുതിരും മൈലാഞ്ചി ചെഞ്ചൊടിയിൽ പുഞ്ചിരി വിടരും മൊഞ്ചിൻ മൈലാഞ്ചി ചെങ്കതിരുളി മഞ്ജുള റാണിയിലെങ്കിടും മൈലാഞ്ചി. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഹിറ്റായൊരു പാട്ട് എന്ന് പറയുന്നത് പാതിരവായി നേരം അല്ലേ? പിന്നെ മലയാളത്തിലെ നല്ല പാട്ടുകളുണ്ട്. നീലരാവിൽ ഞാൻ ഏറ്റവും കുറവ് പാടിയിട്ടുള്ളത് മലയാളത്തിലാണ്. മലയാളത്തിൽ പാടിയ പാട്ടെല്ലാം എല്ലാം നല്ല പാട്ടുകൾ, നല്ല പാട്ടുകളായിരുന്നു. അതെ, നല്ല പാട്ടുകൾ എന്ന് തന്നെ പറയാം. സൗപർണികാമൃതം, രവീന്ദ്ര മാഷിൻ ജോൺസൺ ചേട്ടൻ്റെ ആണ് നീലരാവിലെ, ഊഞ്ഞാലുറങ്ങി, അതെ അതെ. പിന്നെ മേലെ പറമ്പിൽ ആൺവീട് എന്നുള്ള പടം, അതില് ഒരു സനം ഓടി വന്ന് ശോഭന ഡാൻസ് ചെയ്യുന്ന ഒരു സീൻ, പിന്നെ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം, പിന്നെ പിന്നെ അദ്ദേഹം എന്ന ഇദ്ദേഹം ആണോ അങ്ങനെ എന്തോ ഒരു പടം, അതിൽ പ്രിയേ വസന്തമായി ദാസേട്ടൻ്റെ, അതിൻ്റെ കൂടെ കുറച്ച് ചെറിയൊരു പോർഷൻ ഉണ്ട്. പിന്നെ ഏതാ പൈതൃകം, സ്വയംവരമായി, മനോഹരിയായി, നല്ല പാട്ടായിരുന്നു. മലയാളത്തിലെ എല്ലാ പാട്ടും നല്ല തന്നെയായിരുന്നു പാടിയത് കുറച്ചാണെങ്കിലും ഒക്കെ കേൾക്കാൻ നല്ല മനോഹരമായ പാട്ടുകൾ, നല്ല സംഗീതവും നല്ല ശബ്ദവും ഒക്കെ ഉള്ള പാട്ടുകളായിരുന്നു. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആണ്. മോളുടെ പേര് അന്ന കീർത്തന, മോന്റെ പേര് അലൻ ജോയ് മാത്യു. അവള് വെസ്റ്റേൺ സിംഗറാണ് മോള്. രണ്ടുപേരും വെസ്റ്റേൺ ആണ് ഇഷ്ടം. ശരി. മോനിവിടെ
മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ 4.5 വർഷം വർക്ക് ചെയ്തിരുന്നു. ജെയ്ക്സ് ബിജോയുടെയും സുഷിൻ ശ്യാമിൻ്റെയൊക്കെ കൂടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഇപ്പം മോൻ കാനഡയിൽ പഠിക്കുകയാണ്, മ്യൂസിക് തന്നെ. പിന്നെ മോള് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അവളും 8th ഗ്രേഡ് വെസ്റ്റേൺ വോക്കൽ പാസ്സായ ആളാണ്, ട്രിനിറ്റിയുടെ. അവളിനി പുറത്ത് പോയി ചേട്ടൻ്റെ കൂടെ തന്നെ മ്യൂസിക് തന്നെ പഠിക്കാനാണ് താല്പര്യം. അപ്പം അങ്ങനെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുന്നു. മോളും പാടും, മോനും പാടും. മോനൊരു തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവ എന്നുള്ള പടത്തിൽ പാടിയിട്ടുണ്ട് അവൻ. ഇരുവഴിയേ സ്വയം അറിയാനോ, അങ്ങനെ ഒരു പാട്ട്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സ്നേഹം ഉണ്ട് എല്ലാവരോടും. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അന്വേഷിക്കുന്നവരോട്. പിന്നെ എന്നെ വളർത്തിയതും ഉയർത്തിയതും ഒക്കെ പ്രേക്ഷകരാണ്. മീഡിയാസൊക്കെ വരുന്നതിന് മുൻപേ. അതെ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഒരാളെ തളർത്താനും ഉയർത്താനും മീഡിയയ്ക്ക് കഴിയും എന്ന് പറയും. പക്ഷെ അന്ന് എന്നെ വളർത്തിയത് മീഡിയ അല്ല, ഈ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരാണ്. അത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അന്നൊരു മീഡിയയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇനിയും പാടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പാടണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെനിക്ക് എന്താ പറയുക, ഒരു വലിയ ശക്തിയാണത്. എനിക്ക് എൻ്റെ ശബ്ദം പോയി എന്നറിഞ്ഞ സമയം മുതൽ അയ്യോ എന്ന് പറഞ്ഞ ഒരാൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും നന്ദി. ഒരുപാട് സ്നേഹം, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഊഞ്ഞാൽ ഉറങ്ങി ഹിന്ദോള രാഗം മയങ്ങി നോവുന്ന തിന്നലിൻ നെഞ്ചിലെ ആദിതാളമെങ്ങോ